എൻ്റെ ബാഗ് എടോ ഐം സോറി. ഇനി കൊണ്ട് പറ്റില്ലടോ. Shan, I'm still in love with you. And I don't think I'll ever stop loving you. ഷാൻ ഇപ്പം പറയണ്ട, ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ. കുളിക്കുന്നില്ലേ? ഇല്ല. അതി എടാ അവരോട് പറ നമ്മള് മൺഡേ കൊടുക്കാന്ന് പറ ഡിസൈൻസ് ഒക്കെ. ആ ഓക്കെ. ആദ്യം വിളിച്ച എനിക്ക് ഇടയ്ക്ക് ഷാനോട് അസൂയ തോന്നാറുണ്ട്. എന്തിന് അസൂയ? എന്ത് പാഷനറ്റ് ആയിട്ടാ ജോബ് ചെയ്യുന്നത്? തനിക്ക് തന്റെ ജോലി ഇഷ്ടമല്ലേ? അച്ഛൻ മരിച്ചപ്പോൾ ആ ജോബ് ആർക്കെങ്കിലും ഒക്കെ എടുക്കണമായിരുന്നു. പിന്നെ അനിയൻ ആനിമേഷൻ ആയിരുന്നു ഇഷ്ടം. പിന്നെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഞാൻ എടുത്തു. വലിയ ക്രിയേറ്റീവ് ജോബൊന്നുമല്ല, വെരി മൊണോട്ടണസ്. തനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് പെർസ്യൂ ചെയ്യാമല്ലോ. പക്ഷെ ഇതൊരു സേഫ്റ്റി നെറ്റ് അല്ലേ? ഇത് കഴിഞ്ഞാൽ ഇതല്ലെങ്കിൽ പിന്നെ എന്തെന്ന് ആലോചിക്കുമ്പോൾ ഒരു ഐഡിയ ഇല്ല. എന്തോ ആയിക്കോട്ടെ, തനിക്ക് ഇഷ്ടമുള്ളത് താൻ ചെയ്യേ. ഐ വിൽ സപ്പോർട്ട് യു. യു മീൻ ഇറ്റ്? യാ. I'll hold it. Thank you. Cheers. ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കുന്ന തനിക്കെന്താ പറ്റിയ ഒരു മൂഡ് ഔട്ട് പോലെ? എഡ്വിൻ എപ്പോഴെങ്കിലും സ്വന്തം ഡിസിഷനിൽ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ?
ഇല്ല, എന്തേ തനിക്ക് വന്നിട്ടുണ്ടോ? യാ, ചിലപ്പോൾ തോന്നും എടുത്ത ഡിസിഷൻ എല്ലാം തെറ്റാണെന്ന്. Sometimes I feel like just go back and change everything, you know. Are you saying that you regret this? No, അങ്ങനെയല്ല. Actually, I don't regret my decisions. Life is too short, അല്ലേ? നമുക്ക് സന്തോഷം തരുന്ന കാര്യം നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു ഫിലോസഫി. സംതിങ്സ് റിയലി ബോദറിങ് യു. തനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യും. ഐ തിങ്ക് ഐ എം എ ഗുഡ് ലിസണർ. അങ്ങനെയല്ല, ചിലപ്പോൾ ഇങ്ങനെയാ ഓരോന്നൊക്കെ ചിന്തിച്ചു കൂട്ടും. ഇറ്റ് ഹാപ്പൻസ് ടു എവരിവൺ. ഇറ്റ്സ് റിയലി നൈസ് ടു ഓപ്പൺ അപ്പ്. നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആവും. Sometimes I get tired of fighting against what's acceptable. ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കൺവെൻഷൻസ് എതിരെ ചിന്തിക്കുന്നവരെ ഇപ്പോൾ അകറ്റി നിർത്താറ് പതിവ്. പക്ഷേ ലൈക്ക് മൈൻഡിൽ പീപ്പിൾ ഉണ്ട്. നമ്മൾ ജസ്റ്റ് അവരെ കണ്ടുപിടിക്കേണ്ട താമസമുള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് ലൈക്ക് ഐ എം വെരി ക്ലോസ് ടു ദം. പക്ഷെ അവർ എന്നെ പോലെയല്ല, അതുകൊണ്ട് ഞാനൊന്നും ഷെയർ ചെയ്യാറില്ല. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും. ഐ എം സോറി എഡ്വിൻ, ലൈക്ക് ഞാൻ നമ്മുടെ നല്ലൊരു മൂഡ് കുളമാക്കി കളഞ്ഞല്ലേ. ഇറ്റ്സ് ഫൈൻ. സാം, കം വിത്ത് മീ. ഐ വിൽ ഷോ യു സംതിങ്. What's that? എടാ ഷാനെ, നമുക്കേ ഈ സൈക്കിളിൽ വാട്ടർഫാൾസ് വരെ പോയാലോ? സൈക്കിളിലോ? ശരി, നിങ്ങൾ പോയാൽ മതി സൈക്കിളിന്. പിന്നെ ഫണ്ണായിരിക്കും. വാ. എന്താണ് എടാ, എന്തിനാണ് സൈക്കിളിന് പോണേ? നടന്നു പോകാൻ പാടില്ലേ? നടന്നു പോയാൽ എന്താ കുഴപ്പം? ഷാന് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല അല്ലേ? എനിക്ക് സൈക്കിളെ ഓട്ടാൻ അറിയില്ല. നീ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചിട്ടില്ലേ? ഇല്ലടോ, എനിക്കൊരു ആവശ്യം വന്നിട്ടില്ല. വാ, നമുക്കിന്ന് പഠിക്കാം. ഏ? വാ ഷാൻ. ഇല്ല 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 ഇവിടെ ഇല്ല ഇല്ല ഇല്ല. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. എടാ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. എടാ മുറുക്കണം. ഓക്കെ. ദേഹം മുഴുവൻ നീറുന്നു. എന്നാലും ഷാന് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതെന്താണ്? തനിക്ക് നീന്താൻ അറിയോ? അതില്ല. എന്തായാലും നിന്നെക്കാളും ഭേദം ആമിയ. അവള് ഫസ്റ്റ് ടൈം ഇങ്ങനെ വീണിട്ടില്ല. ആമി ആരാടാ? ആമി ചേച്ചിയുടെ മോളാ. ചേച്ചി ഓഫീസിൽ പോകുമ്പോൾ ഞങ്ങൾ അവളെ നോക്കാറ്. നിങ്ങൾക്ക് ഫാമിലി പ്ലാനിങ് ഒന്നും ഇല്ലേ? തിങ്കിങ് അബൌട്ട് ഇറ്റ്. ശരിക്കും കുട്ടികളുടെ കാര്യമൊക്കെ ആകുമ്പോൾ വി മസ്റ്റ് ബി ലൈക്ക് ഫിസിക്കലി, മെന്റലി ആൻഡ് ഓൾസോ ഫിനാൻഷ്യലി പ്രിപ്പയർഡ്. അതിന് റെഡി ആണോ എന്നൊരു കൺസേൺ. നാട്ടുകാർ പറയുമ്പോലെ അതൊക്കെ സമയമാകുമ്പോ നടന്നോളൂന്നേ. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്റെ പൊന്നെ, ഞാൻ ചുമ്മാ പറഞ്ഞ. ഇറ്റ്സ് എ ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ്. ഇപ്പോൾ കുറച്ച് പ്ലാനിങ് ഒക്കെ ആവശ്യമില്ല. ട്രൂ. ഒന്നാമത്തെ കാര്യമേ, ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളതാണ്. പിന്നെയുള്ളത് ശ്രേയയുടെ വീട്ടുകാരാണ്. പിന്നെ ഒരു വീടൊക്കെ അടച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലല്ലോ. പിന്നെ ശ്രേയക്ക് കുറച്ച് നാളത്തേക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഫിനാൻഷ്യലി ടൈറ്റ് ആയതുകൊണ്ട് അത് പണിയാണ്. ദാറ്റ്സ് എ ഗുഡ് ഇൻസൈറ്റ് ടു. ഈ ഒരു കാര്യത്തെ പറ്റി നിനക്ക് ഇത്രയും കൺസേൺസ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നീ തോട്ട്സ് ഒക്കെ ഇപ്പോൾ ഷെയർ ചെയ്തത് നന്നായി. ഐ തിങ്ക് വി ഷുഡ് ടോക്ക് അബൌട്ട് ദിസ് ഒരു ഫൈനൽ ഡെസിഷൻ എത്തുന്നതിന് മുന്നേ, റൈറ്റ് നാ? ഓക്കെ, എന്താണ് അടുത്ത പ്ലാൻ? What's that? You gonna sketch me? ഇതിൽ ഫിലിമിയാണ്, എന്നാലും വന്നതല്ലേ, ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ.
God, your eyes. Can I kiss you? വേദനാണോ? ശ്രേയ, നീ എന്നും ഈ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഒരു അരമണിക്കൂറൊക്കെ നിന്ന് ഒരുങ്ങുമല്ലോ. അതിന് എന്തൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് വൃത്തിയാവുന്നില്ലടോ. so rude, yaar. Actually, it's a good one. അയ്യോ. And you know one thing? നീ എപ്പോ ഇരുന്ന് പാട്ട് പാടില്ലേ? ആ ടൈമില് നമ്മുടെ അപ്പുറത്തെ വീട്ടില് ചേച്ചിയില്ലേ, ആളിനെ വിളിക്കും. ഇത്ര മനോഹരമായിട്ടുള്ള പാട്ട് എവിടെ നിന്നാ കേൾക്കുന്നതെന്ന് അറിയാനൊക്കെ ഉണ്ടായിരിക്കും. No way. പിന്നെ വീട്ടിലെ പട്ടിയോട് മിണ്ടാതിരിക്കാൻ പറയാം. എന്നിട്ട് നീ മിണ്ടായിരുന്നോ? You scored again. Always. നിങ്ങളിപ്പോ ഡിന്നർ കഴിക്കാൻ വരുന്നുണ്ടോ? ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് എന്നാ ഹാളിൽ പോയി നോക്കിയാലോ, ബാക്കി അറേഞ്ച്മെന്റ് സെറ്റ് ചെയ്യാം. ഓക്കെ. പ്ലാൻ ചെയ്യുന്നില്ലേ? നല്ലൊരു ബ്രേക്ക് ആയില്ലേ? അതെ. ഈ രാഹുലും ശ്രേയെ അവരുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കര സെറ്റിൽഡാ. നമ്മളും എന്തെങ്കിലുമൊക്കെ അതുപോലെ ആയിരിക്കും അല്ലേ? അവർ കുറേ കാലമായിട്ട് അറിയുന്നതല്ലേ, സ്കൂൾ തൊട്ടിട്ട്. പിന്നെ ദി ഗ്രൂ ആൻഡ് ഇവോൾവ് ടുഗെദർ, ജസ്റ്റ് ലൈക്ക് ദി റിലേഷൻഷിപ്പ്. നമുക്കും അതേമാതിരി ടൈമും എഫേർട്ടും ഒരുപാട് പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഐ തിങ്ക് വിൽ ഗെറ്റ് ദെയർ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഈ നമ്മുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴെങ്കിലും തനിക്ക് ഭയങ്കര എന്താ പറയുക സ്ട്രെസ്ഫുള്ളായിട്ടോ ഇല്ലെങ്കിൽ ഓവർ ഡൂ ചെയ്യുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടോ? ചില സമയത്തൊക്കെ ഒരുപാട് എഫേർട്ട് ഇടുന്ന വരെയായി തോന്നിയിട്ടുണ്ട്. ആ, പക്ഷെ നമ്മൾ രണ്ടുപേരും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഉള്ളവരല്ലേ, അപ്പം കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും. ഓക്കെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഒഫൻഡഡ് ആവുമോ? ഇല്ലടോ, ചോദിക്കേ. നമുക്ക് കല്യാണം പോസ്റ്റ്പോൺ ചെയ്താലോ? കല്യാണം പോസ്റ്റ്പോൺ ചെയ്യാനോ? ഇൽ ഗിവ് us more ടൈം നമ്മുടെ റിലേഷൻഷിപ്പ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാനും. പിന്നെ ഈ ടെൻഷനും വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ താൻ സീരിയസ് ആയിട്ടാണോ? ആണെങ്കിൽ I think we can discuss about it, but ആ കൂടി പേരൻസ് എന്ത് പറയും? ലൈക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടും പ്രഷർ ഉണ്ടാവും. ഓക്കെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ? നോ, I think I'm just nervous. എടോ, ഞാനും നെർവസ് ആണ്. എനിക്കറിയാം തിങ്സ് വിൽ നോട്ട് ബി സെയിം, ലൈക്ക് എല്ലാം മാറും. But after all, we'll be there for each other, right? Yeah. Okay. You okay? I'm okay. ടിൻഡോ, റിയലി? ജസ്റ്റ് ഒരു ചേഞ്ചിന് ട്രൈ ചെയ്യാൻ ഓർത്തു. നീ ഡേറ്റിംഗ് ആപ്പ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഈ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ തന്നെ അതിനകത്തുള്ളത്. ജെന്വിൻ ആയിട്ട് ആരെങ്കിലും ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ സംസാരിച്ചിട്ടൊക്കെ നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഇതുപോലെ എന്തെങ്കിലും ട്രൈ ചെയ്യണേ.
നീ പേടിക്കാനൊന്നും വേണ്ട, ധൈര്യമായിട്ടങ്ങ് ജോയിൻ ചെയ്തോ. ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണോ സാം? വേണ്ട, നിനക്ക് കംഫർട്ടബിളായി തോന്നിയിട്ടുണ്ടെങ്കിൽ, ട്രസ്റ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഷെയർ ചെയ്താൽ മതി. അപ്പം നാളെ രാവിലത്തേക്ക് നിനക്ക് ആരെങ്കിലും സെറ്റ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ. ഇതെത്ര നേരായി ഇവിടെ ഫോൺ വിളിക്കുന്നു? നമ്മളെ വാട്ടർഫോൾസ് കഴിഞ്ഞ് തിരിച്ചെത്താൻ എത്ര ടൈം എടുക്കും? ഒരു 3/4 മണിക്കൂർ കാണുമായിരിക്കും. അത്രയൊന്നും എടുക്കൂല. കാര്യടാ ആവൂല. ഷാനെങ്കിൽ തിരിച്ച് വീട്ടിൽ പോണം. എന്താ കാര്യം? ഓഫീസിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇന്നലെ രാത്രി തൊട്ട് രാജൻ വിളിക്കുന്ന, ഇപ്പോഴും ഒന്ന് കണക്ട് ആയ. എന്താ കാര്യം? താൻ കാര്യം പറ. എന്താ പ്രശ്നം എന്ന് എനിക്കും അറിയില്ല, പക്ഷെ സസ്പെൻഷൻ ഉറപ്പാ. സസ്പെൻഷനോ? കാര്യം പറ. ഇനിയിപ്പോ എടാ പറ പറ. വൈപ്പിലെ പ്രൈമറി സ്കൂളിലെ പിള്ളേർക്ക് ഫുഡ് പോയ്സൺ അടിച്ചു. അവിടേക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോയ സ്റ്റോക്ക് എന്റെ ഗോഡൌൺ എന്നാണ്. എടാ ഇതിപ്പോ എങ്ങനെ സംഭവിച്ചേ? അറിയില്ലടാ, ഞാൻ ഉള്ളപ്പോഴാണ് അവിടെ നിന്ന് സ്റ്റോക്കും എല്ലാം പോയത്. ക്വാളിറ്റി ചെക്കും കഴിഞ്ഞതാ. എൻക്വയറീസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലേ? ഫർദർ എൻക്വയറീസ് ഉണ്ടാവും. അതുവരെ ഞാൻ വീട്ടിലിരിക്കും വേണ്ടി വരും. പോരാത്തതിന് കൈക്കൂലിയൊക്കെ എടുത്തു എന്നുള്ളതിന്റെ What the fuck?